ഹലോ ഫ്രണ്ട്സ്, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഒരു യാത്ര പോയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത്. ദയവായി ക്ഷമിക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മുയലും മൂങ്ങയും, ദ ഹെയർ ആൻഡ് ദി ഓൾ. ഈ കഥയിലൂടെ നിങ്ങൾ കുറെ വാക്കുകളും പ്രയോഗങ്ങളും പഠിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് കഥയിലേക്ക് കടക്കാം. പച്ച പുതച്ച ഒരു മലഞ്ചെരുവിൽ ചുറുചുറുക്കുള്ള ഒരു മുയലും പ്രായം ചെന്ന ഒരു മൂങ്ങയും താമസിച്ചിരുന്നു. പച്ച പുതച്ച ഒരു മലഞ്ചെരുവിൽ, ഓൺ എ ഗ്രീൻ ഹിൽ സൈഡ്. ഹിൽ മല, ഹിൽ സൈഡ് മലഞ്ചെരുവ്, മലയോരം. ചുറുചുറുക്കുള്ള ഒരു മുയൽ, ആൻ എനർജറ്റിക് ഹെയർ. എനർജറ്റിക് എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലനായ, ചുറുചുറുക്കുള്ള. പ്രായം ചെന്ന ഒരു മൂങ്ങയും വസിച്ചിരുന്നു. ആൻഡ് ആൻ ഓൾഡ് ഓൾ ലിവ്ഡ്. അല്ലെങ്കിൽ on a green hillside there lived an energetic hare and an old owl. എല്ലായിടത്തും ഓടി നടന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ വലിയ ഉത്സാഹമായിരുന്നു മുയലിന് വലിയ ഉത്സാഹമായിരുന്നു. The hare was very enthusiastic. Enthusiasm, ഉത്സാഹം. The hare was very enthusiastic. ഏത് കാര്യത്തിൽ? എല്ലായിടത്തും ഓടി നടന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ. About running around and discovering something. The hare was very enthusiastic about running around and discovering something. നേരെ മറിച്ച് വലിയ വട്ടക്കണ്ണുകളുള്ള മൂങ്ങയാകട്ടെ അപാരമായ ജ്ഞാനത്തിന് പേരുകേട്ടവനായിരുന്നു. നേരെ മറിച്ച്, on the other hand, വലിയ വട്ടക്കണ്ണുകളുള്ള മൂങ്ങ, the owl with his big round eyes, അപാരമായ ജ്ഞാനത്തിന് പേരുകേട്ടവനായിരുന്നു. വാസ് റിനൗണ്ട്. റിനൗണ്ട് എന്ന് പറഞ്ഞാൽ പേരുകേട്ട, പ്രസിദ്ധനായ, ഫേമസ്, നോൺ ഫോർ എന്നൊക്കെയാണ്. എന്തിന്? അപാരമായ ജ്ഞാനത്തിന്. ഫോർ ഹിസ് ഇമ്മൻസ് വിസ്ഡം. ഇമ്മൻസ്, അത്യധികമായ, അപാരമായ എന്നൊക്കെയാണ്. അപ്പോൾ ഓൺ ദി അതർ ഹാൻഡ്, ദി ഓൾ വിത്ത് ഹിസ് ബിഗ് റൗണ്ട് ഐസ് വാസ് റിനൗണ്ട് ഫോർ ഹിസ് ഇമ്മൻസ് വിസ്ഡം. ഒരു സുപ്രഭാതത്തിൽ മുയൽ തന്റെ ഏറ്റവും പുതിയ കണ്ടെത്തലുമായി ഓടി മൂങ്ങയുടെ അടുത്തെത്തി. ഒരു സുപ്രഭാതത്തിൽ, വൺ ഫൈൻ മോർണിംഗ്, മുയൽ ഓടി മൂങ്ങയുടെ അടുത്തെത്തി. ദ ഹെയർ റാൻ ആൻഡ് അപ്രോച്ച്ഡ് ദി ഓൾ. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അടുത്തെത്തുക അല്ലെങ്കിൽ അടുത്ത് ചെല്ലുക എന്നൊക്കെയാണ്. തന്റെ ഏറ്റവും പുതിയ കണ്ടെത്തലുമായി, അല്ലെ, വിത്ത് ഹിസ് ലേറ്റസ്റ്റ് ഡിസ്കവറി. വൺ ഫൈൻ മോർണിംഗ് ദ ഹെയർ റാൻ ആൻഡ് അപ്രോച്ച്ഡ് ദി ഓൾ വിത്ത് ഹിസ് ലേറ്റസ്റ്റ് ഡിസ്കവറി. ഇന്ന് ഞാൻ കണ്ടുപിടിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല, മുയൽ പറഞ്ഞു. നീ വിശ്വസിക്കില്ല. യു വോണ്ട് ബിലീവ്, യു വിൽ നോട്ട് ബിലീവ്. ഇന്ന് ഞാൻ കണ്ടുപിടിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, വാട്ട് ഐ ഡിസ്കവേർഡ് ടുഡേ, അങ്ങനെ പറഞ്ഞാൽ മതി. പറഞ്ഞാലൊന്നും പറയേണ്ട ആവശ്യമില്ല. യു വോണ്ട് ബിലീവ് വാട്ട് ഐ ഡിസ്കവേർഡ് ടുഡേ, ദ ഹെയർ സെഡ്. മുയൽ പറഞ്ഞു, അല്ലെ. ഒരു മരക്കൊമ്പിൽ കുത്തിയിരുന്ന മൂങ്ങ താഴേക്ക് നോക്കി പുഞ്ചിരിയോടെ മുയലിനോട് ചോദിച്ചു. ഒരു മരക്കൊമ്പിൽ കുത്തിയിരുന്ന മൂങ്ങ. The owl perched on a branch. Perched എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക, കുത്തിയിരിക്കുക എന്നൊക്കെയാണ്. The owl perched on a branch. താഴേക്ക് നോക്കി, looked down. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു പുഞ്ചിരിയോടെ മുയലിനോട് ചോദിച്ചു. And asked the hare with a smile. നീ എന്താണ് കണ്ടുപിടിച്ചത്? What did you discover? അതിമനോഹരമായ പൂക്കൾ നിറഞ്ഞ ഒരു താഴ്വാരം ഞാൻ കണ്ടു. I saw. ഒരു താഴ്വര, അല്ലെ. ഐ സോ എ വാലി. വാലി, താഴ്വാരം, താഴ്വര. അതിമനോഹരമായ പൂക്കൾ നിറഞ്ഞ, ഫിൽഡ് വിത്ത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. എക്സ്ട്രീംലി, അത്യന്തം, അതിയായ എന്നൊക്കെയാണ്. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, അതിമനോഹരമായ പൂക്കൾ. ഐ സോ എ വാലി ഫിൽഡ് വിത്ത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. മുയൽ ആവേശത്തോടെ പറഞ്ഞു. ദ ഹെയർ said excitedly. Excitement, ആവേശം. excitedly, ആവേശത്തോടെ. നല്ല നിറവും മത്തുപിടിപ്പിക്കുന്ന സൗരഭ്യവും. നല്ല നിറവും, സോ കളർഫുൾ, മത്തുപിടിപ്പിക്കുന്ന സൗരഭ്യം. ആൻഡ് ഇൻടോക്സിക്കേറ്റിംഗ് ഫ്രാഗ്രൻസ്. ഇൻടോക്സിക്കേറ്റിംഗ്, മത്തുപിടിപ്പിക്കുന്ന, ലഹരി പിടിപ്പിക്കുന്ന. ഫ്രാഗ്രൻസ്, സൗരഭ്യം, സുഗന്ധം, അല്ലെ. സോ കളർഫുൾ ആൻഡ് ഇൻടോക്സിക്കേറ്റിംഗ് ഫ്രാഗ്രൻസ്. അപ്പോൾ മൂങ്ങ പറഞ്ഞു, അതെ, അവ കാട്ടുപൂക്കളാണ്. Then the owl said, yes, they are the wild flowers. Wild flowers, ഒറ്റ വാക്കാണ് അത്.
എല്ലാ വസന്തത്തിലും ആ താഴ്വരയിൽ അവ പൂത്തു നിൽക്കും. അവ പൂത്തു നിൽക്കും എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആണ് നമുക്ക് തോന്നും, പക്ഷെ അല്ല, എല്ലാ വസന്തത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതൊരു ജനറൽ ഫാക്ട് ആണ്. അത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേണം പറയാനായിട്ട്. അപ്പോൾ എങ്ങനെ പറയും? അവ പൂത്തു നിൽക്കും. ദേ ബ്ലോസം, ദേ വിൽ ബ്ലോസം അല്ല, ദേ ബ്ലോസം, ആ താഴ്വരയിൽ. ഇൻ ദാറ്റ് വാലി, എല്ലാ വസന്തത്തിലും. എവറി സ്പ്രിംഗ്, ഇൻ എവറി സ്പ്രിംഗ് ഒന്നും പറയണ്ട, എവറി സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ മതി. ദേ ബ്ലോസം ഇൻ ദാറ്റ് വാലി എവറി സ്പ്രിംഗ്. സ്പ്രിംഗ് വേറൊരു വാക്കുണ്ട്, നമ്മൾ പ്രസ് ചെയ്തിട്ട് വിട്ടാൽ തെറിക്കുന്ന ഒരു സാധനം, അതും സ്പ്രിംഗ് ആണ്. ഇവിടെ വസന്തം എന്നാണ് അതിന്റെ അർത്ഥം. മുയലിന്റെ കണ്ണുകൾ ആകാംക്ഷയാൽ തിളങ്ങി. ദ ഹെയർസ് ഐസ്, ആകാംക്ഷയാൽ തിളങ്ങി. സ്പാർക്കിൾ വിത്ത് ക്യൂരിയോസിറ്റി, സ്പാർക്കിൾ തിളങ്ങുക എന്നാണ്. The hare's eyes sparkled with curiosity. എന്തിനാണ് അവ പൂക്കുന്നത്? അവൻ ചോദിച്ചു. Why do they blossom? He asked. ആ മാസ്മരിക സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? What is the secret of that magical beauty? മുയൽ ചോദിക്കാൻ. മൂങ്ങ വാചാലനായി. ഇപ്പോൾ മൂങ്ങ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയാണ് വളരെ വിശദമായിട്ട്. അതുകൊണ്ടാണ് മൂങ്ങ വാചാലനായി എന്ന് നമ്മൾ പറയുന്നത്. The owl became eloquent. എലക്വന്റ് എന്ന് പറഞ്ഞാൽ വാചാലനായ ഒരു വ്യക്തിയെ കുറിച്ച് പറയാനാണ് എലക്വന്റ്. എലക്വന്റ് സ്പീക്കർ അല്ലെ, വാചാലനായ ഒരു പ്രാസംഗികൻ. അപ്പോൾ എലക്വൻസ്, വാചാലത, വാക്ചാതുര്യം എന്നൊക്കെയാണ്. എന്നിട്ട് എന്താണ് മൂങ്ങ മുയലിനോട് പറയുന്നത്? ലോകത്തിന്റെ മുന്നിൽ തങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനും തേനീച്ചകൾക്കും ചിത്രശലഭങ്ങൾക്കും തേൻ വിളമ്പാനും ചെറുപ്രാണികൾക്ക് പാർപ്പിടമൊരുക്കാനും വേണ്ടിയാണ് അവ പൂക്കുന്നത്. 3 കാര്യങ്ങളാണ് മൂങ്ങ പറയുന്നത് അല്ലെ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അവ പൂക്കുന്നത്, ദേ ബ്ലോസം, എന്തിനൊക്കെ വേണ്ടിയാണ്? 1, ലോകത്തിന്റെ മുന്നിൽ തങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ. ടു എക്സിബിറ്റ്, എക്സിബിറ്റ് എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കുക, എക്സിബിഷൻ എന്ന് കേട്ടിട്ടില്ലേ, അതല്ല. അപ്പോൾ ടു എക്സിബിറ്റ് ദെയർ ബ്യൂട്ടി ഇൻ ഫ്രണ്ട് ഓഫ് ദ വേൾഡ്, ലോകത്തിന് മുന്നിൽ. ദേ ബ്ലോസം ടു എക്സിബിറ്റ് ദെയർ ബ്യൂട്ടി ഇൻ ഫ്രണ്ട് ഓഫ് ദ വേൾഡ്. പിന്നെ തേനീച്ചകൾക്കും ചിത്രശലഭങ്ങൾക്കും തേൻ വിളമ്പാൻ അല്ലേ, ടു സെർവ്, വിളമ്പുക. ടു സെർവ് ഹണി ടു ദ ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ്. അവസാനം ചെറുപ്രാണികൾക്ക് പാർപ്പിടം ഒരുക്കാൻ അല്ലെ. അപ്പോൾ അവസാനത്തെ പറയുമ്പോൾ ആൻഡ് ചേർത്തിട്ട് പറയാം. ആൻഡ് ടു പ്രിപ്പയർ എ ഹോം ഫോർ ടൈനി ഇൻസെക്ട്സ്, ചെറുപ്രാണികൾ. അപ്പോൾ എങ്ങനെയാണ്? ദേ ബ്ലോസം ടു എക്സിബിറ്റ് ദെയർ ബ്യൂട്ടി ഇൻ ഫ്രണ്ട് ഓഫ് ദ വേൾഡ്, to serve honey to the bees and butterflies, and to prepare a home for tiny insects. മൂങ്ങ പറഞ്ഞതെല്ലാം മുയൽ കാത് കൂർപ്പിച്ച് കേട്ടു. കാത് കൂർപ്പിച്ച് കേട്ടു എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടു എന്നാണ് അല്ലെ. The hare listened intently, ഏകാഗ്രതയോടെ, intently, ശ്രദ്ധയോടെ, കാത് കൂർപ്പിച്ച്. മുയൽ പറഞ്ഞതെല്ലാം to everything the owl said. The hare listened intently to everything the owl said. അപ്പോൾ കുഞ്ഞു പൂവിന് പോലും ഒരു ഉദ്ദേശമുണ്ട് അല്ലേ, അവൻ ചോദിച്ചു. സോ ഈവൻ എ സ്മോൾ ഫ്ലവർ ഹാസ് എ പർപ്പസ്, കറക്റ്റ്? ഹി ആസ്ക്ഡ്. അതെ, മൂങ്ങ പറഞ്ഞു. യെസ്, ദി ഓൾ സെഡ്. എല്ലാ ജീവികൾക്കും, എല്ലാ ചെടികൾക്കും, അവ എത്ര വലുതായാലും എത്ര ചെറുതായാലും പ്രകൃതിയുടെ വിശാലമായ ക്യാൻവാസിൽ ഒരു പങ്കുണ്ട്. എല്ലാ ജീവികൾക്കും, എല്ലാ ചെടികൾക്കും. എവറി ക്രീച്ചർ ആൻഡ് എവറി പ്ലാന്റ്. അവ എത്ര വലുതായാലും എത്ര ചെറുതായാലും. അതെങ്ങനെ പറയും? നോ മാറ്റർ ഹൗ ലാർജ് ഓർ ഹൗ സ്മോൾ. പ്രകൃതിയുടെ വിശാലമായ ക്യാൻവാസിൽ ഒരു പങ്കുണ്ട് അല്ലെ. ഹാസ് എ റോൾ ഇൻ ദ ഗ്രാൻഡ് ക്യാൻവാസ് ഓഫ് നേച്ചർ. ക്യാൻവാസ്, ഇംഗ്ലീഷില് ക്യാൻവാസ്, മലയാളത്തിൽ നമ്മുടെ ക്യാൻവാസ്. Every creature and every plant, no matter how large or how small, has a role in the grand canvas of nature. അന്നു മുതൽ മുയൽ കാട്ടുപൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം ആ മലഞ്ചെരുവിലെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാനും തുടങ്ങി. അന്നു മുതൽ, ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്, മുയൽ ചിന്തിക്കാനും തുടങ്ങി അല്ലെ. The hare began to think. എന്തിനെ കുറിച്ച്? ആ മലഞ്ചെരുവിലെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച്. ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓൾ ലിവിംഗ് തിങ്സ് ഓൺ ദാറ്റ് ഹിൽ സൈഡ്. എന്തിനോടൊപ്പം? കാട്ടുപൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം. ഇൻ അഡീഷൻ ടു എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് ദ വൈൽഡ് ഫ്ലവേഴ്സ്. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്, the hare began to think about the importance of all living things on that hillside, in addition to enjoying the beauty of the wildflowers. ഇതാണ് കഥ.
ഈ കഥയിലൂടെ നിങ്ങൾ പഠിച്ച വാക്കുകളും പ്രയോഗങ്ങളും ദയവായി എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.